ലിബിയ 1948 38,000, ഇപ്പൊ 0. സിറിയ 1948 30,000 ജൂതന്മാരുണ്ടായിരുന്നു, ഇപ്പൊ 100 ജൂതന്മാർ. ലെബനനിൽ 1948 24,000 ജൂതന്മാരുണ്ടായിരുന്നു, ഇപ്പൊ 100 ജൂതന്മാർ. ഇറാനിൽ 100,000 ജൂതന്മാരുണ്ടായിരുന്നു 1948, ഇപ്പോ 9,800. 2016 ഇപ്പൊ അത്രയും പോലും ഇല്ല. ഇറാഖിൽ 1,50,000 ഉണ്ടായിരുന്നു, ഇപ്പൊ 10 പേരാണുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ 5,000 പേരുണ്ടായിരുന്നു, ഇപ്പം ആരും ഉള്ളതായിട്ട് അറിയില്ല. പാകിസ്ഥാനിൽ 2,000 പേരുണ്ടായിരുന്നു, ഇപ്പൊ 745 ഫാമിലീസ് ഉള്ളതായിട്ട് പറയുന്നു. ഒമാൻ 5,000 ഉണ്ടായിരുന്നു, ഇപ്പൊ 0. ഏഡൻ 1000 ഉണ്ടായിരുന്നു, ഇപ്പോൾ യമന്റെ കൂടെയാണ്. ബഹറിൽ 1,500 ഉണ്ടായിരുന്നു, ഇപ്പൊ 35. യമനിൽ 6,300 ഉണ്ടായിരുന്നു, ഇപ്പൊ 50. ജൂതന്മാരെ എല്ലാം പറഞ്ഞു വിട്ട് ഇവർ അബ്സോർവ് ചെയ്തു. ഇവിടുന്ന് അറബികൾ അങ്ങോട്ട് പോയി, ഇവരെടുത്തില്ല. ഇതാണ് ഒരു നട്ഷലിൽ എന്റെ കാര്യം. അപ്പം ഇവിടെ ചെയ്തെന്താ, ഇവിടെ ഗാസയിൽ ഒരു എത്നിക് ക്ലെൻസിങ് നടക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ നമ്മൾ ഹാജരാക്കുമ്പോൾ അല്ല, ഗാസയിൽ ഇസ്രായേൽ അല്ല എത്നിക് ക്ലെൻസിങ് ചെയ്യുന്നത്, മറിച്ച് എത്നിക് ക്ലെൻസിങ് ചെയ്യുന്നത് ആരാണ്? അത് അറബികളാണ്. എന്നിട്ട് കുറെ കണക്ക് ഉദ്ധരിക്കാം. മൊറോക്കോയിൽ ഇത്ര 10,000 ജൂതന്മാരുണ്ടായിരുന്നു, ഇപ്പൊ അത് 100 ഇറാനിൽ ഇത്ര ഉണ്ടായിരുന്നു, അത് ഇത്രയാണ്. സിറിയയിൽ ഇത്ര ഉണ്ടായിരുന്നു, അത് ഇത്രയാണ്. അപ്പം നോക്കുമ്പോ എന്താ, 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പിന്നെ ജൂതന്മാര് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ശരിയാണ്, കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്. അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ 1900-കളിൽ പിന്നെ ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പൊ ചിലപ്പോൾ 0 ആയിരിക്കാം. അപ്പോ എന്താണ്, ഹെൻസ് പ്രൂവ്ഡ് എന്താണ്, അവിടെ എത്നിക് ക്ലെൻസിങ് ഉണ്ട്. അവിടെയുള്ള ജൂതന്മാരെ മൊത്തം ഒന്നുകിൽ കൊന്നുകളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആട്ടി ഓടിച്ചിട്ടുണ്ട്. എത്നിക് ക്ലെൻസിങ് ചെയ്തത് അറബികളാണ്, മുസ്ലിങ്ങളാണ്. ഹെൻസ് പ്രൂവ്ഡ്. രവിചന്ദ്രൻ ലോജിക്കിൽ അല്ലെങ്കിൽ ഒരു സയനിസ്റ്റ് ലോജിക്കിൽ സംഭവം തീരുമാനമായി. പക്ഷേ ഇത് ഒരല്പം ഒന്ന് ആലോചിക്കുന്നയാൾ എന്തുകൊണ്ടാണ് അവിടെ 10,000 ജൂതന്മാരുണ്ടായിരുന്നു ഇപ്പൊ 0 ആയത്? ഒരു മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രം രൂപീകരിക്കുക എന്ന് പറയാൻ പറ്റൂല. അതിനപ്പുറത്തേക്ക് ഭീകരത ചെയ്തുകൊണ്ട്, ഭീകര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്, ഇറുഗുൻ പോലെയുള്ള പിന്നെ ഒരുപാട് ഭീകര സംഘടനകൾക്ക്, സ്റ്റേൺ ഗാങ്ങിനെ പോലെയുള്ള ഒരുപാട് ഭീകര സംഘടനകൾ ഉണ്ടാക്കുകയും അവിടെയുള്ള ആളുകളെ ആട്ടിപ്പായിക്കുകയും ചെയ്തുകൊണ്ട് ഒരു മതത്തിന്റെ പേരിൽ തങ്ങളുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുകയും അവിടേക്ക് ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരെയും വിളിക്കുകയും ആ ജൂതന്മാരൊക്കെ അവിടേക്ക് പോവുകയാണ് ചെയ്തത്. അതായത് ഒരു മതരാഷ്ട്രം രൂപീകരിച്ച് അവിടേക്ക് ആൾക്കാരൊക്കെ പോയി എന്നുള്ളതാണ് സംഭവിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് 10,000 ഉള്ളത് 0 ആവും. എന്നിട്ട് ഈ 10,000 0 എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്, കണ്ടോ ഇതാ ഇവിടെ അറബികൾ എത്നിക് ക്ലെൻസിങ് ചെയ്തിട്ടുണ്ട്.